JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാർത്തകളിൽ പലപ്പോഴും കേൾക്കുന്ന ലെവന്റ് എന്ന പദം ഇനി പറയുന്ന ഏതു പ്രദേശവുമായി ഏകദേശം യോജിക്കുന്നു? വാർത്തകളിൽ പലപ്പോഴും കേൾക്കുന്ന ലെവന്റ് എന്ന പദം ഇനി പറയുന്ന ഏതു പ്രദേശവുമായി ഏകദേശം യോജിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. UPSC 2022 ചോദ്യമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശം. ഓപ്ഷൻ ബി ഈജിപ്ത് മുതൽ മൊറോക്കോ വരെ നീണ്ടുകിടക്കുന്ന വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള പ്രദേശം. ഓപ്ഷൻ സി പേർഷ്യൻ ഗൾഫിനോട് ആഫ്രിക്കയിലെ കൊമ്പിനോടുള്ള പ്രദേശം. ഓപ്ഷൻ ഡി മെഡിറ്ററേനിയൻ കടലിന്റെ മുഴുവൻ തീരപ്രദേശങ്ങളും. അപ്പോൾ ഏതാണ് വാർത്തകളിൽ പലപ്പോഴും കേൾക്കുന്ന ലെവന്റ് എന്ന പദം ഇനി പറയുന്ന ഏത് പ്രദേശവുമായി ഏകദേശം യോജിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശം. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശം. ലെവന്റ് എന്ന പദം ഏത് പ്രദേശവുമായി ഏകദേശം യോജിക്കുന്നു? കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവ പരിഗണിക്കുക. ഈ താഴെ പറയുന്ന 4 എണ്ണം പരിഗണിച്ചതിന് ശേഷം ഏതാണ് സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1 ആരോഗ്യ സേതു, 2 കോവിൻ, 3 ഡിജി ലോക്കർ, 4 ദീക്ഷ. ഈ പറഞ്ഞ 4 ഏതാണ് ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്? UPSC 2022 ചോദ്യമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ ബി 2ഉം 3ഉം 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ഏതാണ് ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. അതായത് ആരോഗ്യ സേതു, കോവിന്, ഡിജി ലോക്കർ, ദീക്ഷ എന്നിവ ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നവയാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഉത്തരമാണ്. അതായത് 1, 2, 3, 4 ഈ ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ക്വിറ്റ് എന്ന പദം പരാമർശിച്ചിരിക്കുന്ന സന്ദർഭം? ഇനി പറയുന്നവയിൽ ഏതാണ് ക്വിറ്റ് എന്ന പദം പരാമർശിച്ചിരിക്കുന്ന സന്ദർഭം? UPSC 2022 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ക്ലൗഡ് സേവനങ്ങൾ. ഓപ്ഷൻ ബി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓപ്ഷൻ സി ദൃശ്യമായ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ഓപ്ഷൻ ഡി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതാണ് ക്വിറ്റ് എന്ന പദം പരാമർശിച്ചിരിക്കുന്ന സന്ദർഭം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടുന്നുണ്ടോ നോക്കട്ടെ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതാണ് ക്വിറ്റ് എന്ന പദം പരാമർശിച്ചിരിക്കുന്ന സന്ദർഭം. അടുത്ത ക്വസ്റ്റ്യൻ. G20 കോമൺ ഫ്രെയിം വർക്കിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. G20 കോമൺ ഫ്രെയിം വർക്കിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എത്ര പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്? 2 പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ G20 കോമൺ ഫ്രെയിം വർക്കിനെ പരാമർശിച്ച് 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവന നോക്കാം അല്ലേ. ഒന്നാമത്തെ പ്രസ്താവന, പാരീസ് ക്ലബ്ബുമായി ചേർന്ന് G20 അംഗീകരിച്ച ഒരു സംരംഭമാണിത്. 2 താങ്ങാനാവാത്ത കടബാധ്യതയുള്ള താഴ്ന്ന വരുമാനമുള്ള
രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സംരംഭമാണിത്. ഈ രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1 ഉം 2 ഉം, ഓപ്ഷൻ ഡി 1 അല്ലെങ്കിൽ 2 അല്ല. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ ഉത്തരം എന്നാലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 ഉം 2 ഉം ശരിയാണ്. അതായത് പാരീസ് ക്ലബ്ബുമായി ചേർന്ന G20 അംഗീകരിച്ച ഒരു സംരംഭമാണിത്. 2 താങ്ങാനാവാത്ത കടബാധ്യതയുള്ള താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സന്ദർഭമാണിത്. G20 കോമൺ ഫ്രെയിംവർക്കിനെ പരാമർശിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. UPSC 2022 ക്വസ്റ്റ്യൻ ആണ്. 5 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം. 1, സമീപ വർഷങ്ങളിൽ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് വിയറ്റ്നാം. 2, വിയറ്റ്നാമിനെ നയിക്കുന്നത് ബഹുകക്ഷി രാഷ്ട്രീയ സംവിധാനമാണ്. 3, വിയറ്റ്നാമിൻ്റെ സാമ്പത്തിക വളർച്ച ആഗോള വിതരണ ശൃംഖലകളുമായുള്ള സംയോജനവും കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4, വളരെ കാലമായി വിയറ്റ്നാമിൻ്റെ കുറഞ്ഞ തൊഴിൽ ചെലവും സ്ഥിരമായ വിനിമയ നിരക്കും ആഗോള നിർമ്മാതാക്കളെ ആകർഷിച്ചു. 5, ഇന്തോ പസഫിക് മേഖലയിൽ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള ഈ സേവന മേഖലയാണ് വിയറ്റ്നാം. ഈ പറഞ്ഞിരിക്കുന്ന 5 പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 2 ഉം 4 ഉം, ഓപ്ഷൻ ബി 3 ഉം 5 ഉം, ഓപ്ഷൻ സി 1 ഉം 3 ഉം 4 ഉം, ഓപ്ഷൻ ഡി 1 ഉം 2 ഉം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ പ്രസ്താവനകളാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്? 1 ഉം 3 ഉം 4 ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ ഏതാണ്? സമീപ വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് വിയറ്റ്നാം. മൂന്നാമത്തെ ഏതാണ്? വിയറ്റ്നാമിൻ്റെ സാമ്പത്തിക വളർച്ച ആഗോള വിതരണ ശൃംഖലകളുമായുള്ള സംയോജനവും കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4മത്തെ ഏതാണ്? വളരെ കാലമായി വിയറ്റ്നാമിൻ്റെ കുറഞ്ഞ തൊഴിൽ ചെലവും സ്ഥിരമായ വിനിമയ നിരക്കും ആഗോള നിർമ്മാതാക്കളെ ആകർഷിച്ചു. അപ്പോൾ 1 ഉം 3 ഉം 4 ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. UPSC 2022 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? ദക്ഷിണേന്ത്യയിലെ ഗണ്ടിക്കോട്ട മലയിടുക്ക് ഇനി പറയുന്ന ഏത് നദിയാണ് സൃഷ്ടിച്ചത്? UPSC 2022 ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിലെ ഗണ്ടിക്കോട്ട മലയിടുക്ക് ഇനി പറയുന്ന ഏത് നദിയാണ് സൃഷ്ടിച്ചത്? 1 കാവേരി, 2 മഞ്ചീര, 3 പെണ്ണാറ്, 4 തുംഗഭദ്ര. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഗണ്ടിക്കോട്ട മലയിടുക്ക് ഈ 4 നദികളുടെ പറഞ്ഞിട്ടുണ്ട്. 4 നദികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏത് നദിയാണ് സൃഷ്ടിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കിട്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ഉത്തരം? ഉത്തരം സി ആണ്, പെണ്ണാറ്. ദക്ഷിണേന്ത്യയിലെ ഗണ്ടിക്കോട്ട മലയിടുക്ക് പെണ്ണാർ നദിയാണ് സൃഷ്ടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന രാജ്യങ്ങൾ പരിഗണിക്കുക. 5 രാജ്യങ്ങളുടെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. 1 അസർബൈജാൻ, 2 കിർഗിസ്ഥാൻ, 3 താജിക്കിസ്ഥാൻ, 4 തുർക്കൈനിസ്ഥാൻ, 5 ഉസ്ബെക്കിസ്ഥാൻ. ഈ 5 രാജ്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം ഏതാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 5 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 3, 4, 5 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 എന്നിവ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 5 രാജ്യങ്ങളിൽ ഏതാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. UPSC 2022 ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3, 4, 5 എന്നിവ മാത്രം. 3 ഏതാണ്? താജിക്കിസ്ഥാൻ, 4 തുർക്കമിസ്ഥാൻ, 5 ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഈ 3 രാജ്യങ്ങൾക്കാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീമിന് MPLADS കീഴിലുള്ള ഫണ്ടുകളെ പരാമർശിച്ച്
ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീമിന് കീഴിലുള്ള ഫണ്ടുകളെ പരാമർശിച്ച് 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. UPSC 2020 ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയ്ക്കുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള ദീർഘകാല ആസ്തികൾ സൃഷ്ടിക്കാൻ MPLADS ഫണ്ടുകൾ ഉപയോഗിക്കണം. 2, ഓരോ MPയുടെയും ഫണ്ടിന്റെ ഒരു നിർദ്ദിഷ്ട ഭാഗം SC/ST വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടണം. 3, MP ലാൻഡ്സ് ഫണ്ടുകൾ വർഷം തോറും അനുവദിക്കും. ഉപയോഗിക്കാത്ത ഫണ്ടുകൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. 4, ഓരോ വർഷവും നടപ്പാക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും 10% ജില്ലാ അതോറിറ്റി പരിശോധിക്കണം. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം, ഓപ്ഷൻ സി 1, 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ മാത്രം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. UPSC 2020 ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 4 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയ്ക്കുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള ദീർഘകാല ആസ്തികൾ സൃഷ്ടിക്കാൻ MPLADS ഫണ്ടുകൾ ഉപയോഗിക്കണം. അടുത്ത ഏതാണ് ശരി? രണ്ടാമത്തെ അല്ലേ? ഓരോ MPയുടെയും ഫണ്ടിന്റെ ഒരു നിർദ്ദിഷ്ട ഭാഗം SC/ST വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടണം. പിന്നെ അടുത്ത ഏതാണ് ശരി? നാലാമത്തെ അല്ലേ? ഓരോ വർഷവും നടപ്പാക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും 10% ജില്ലാ അതോറിറ്റി പരിശോധിക്കണം. അപ്പോൾ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ട്. ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമായ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വെബ് 3നെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. UPSC 2022 ക്വസ്റ്റ്യൻ ആണ്. വെബിനെ പരാമർശിച്ച് വെബ് 3നെ പരാമർശിച്ച് എത്രയാണ്? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. വെബ് 3 സാങ്കേതിക വിദ്യ ആളുകളെ സ്വന്തം ഡേറ്റ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുന്നു. 2, വെബ് 3 ലോകത്ത് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകാം. 3, വെബ് 3 ഒരു കോർപ്പറേഷൻ എന്നതിലുപരി ഉപയോക്താക്കൾ കൂട്ടായി പ്രവർത്തിക്കുന്നു. ഈ 3 പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ഏതൊക്കെയാണ് വെബ് 3നെ പരാമർശിച്ച് 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് കണ്ടുപിടിക്കണം, സമയം കുറവാണ്. പെട്ടെന്ന് ആലോചിച്ചോളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 പ്രസ്താവനകളും ശരിയാണ്. 1, വെബ് 3 സാങ്കേതിക വിദ്യ ആളുകളെ സ്വന്തം ഡേറ്റ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുന്നു. 2, വെബ് 3 ലോകത്ത് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകാം. 3, വെബ് 3 ഒരു കോർപ്പറേഷൻ എന്നതിലുപരി ഉപയോക്താക്കൾ കൂട്ടായി പ്രവർത്തിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. UPSC 2022 ചോദ്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. US ഫെഡറൽ റിസർവിന്റെ കർക്കശമായ പണനയം മൂലധനം പറക്കലിന് ഇടയാക്കും. 2, ക്യാപിറ്റൽ ഫ്ലൈറ്റ് നിലവിലുള്ള എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ലോണിംഗ് ECB ഉള്ള സ്ഥാപനങ്ങളുടെ പലിശ ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. 3, ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തകർച്ച ECBകളുമായി ബന്ധപ്പെട്ട കറൻസി അപകട സാധ്യത കുറയ്ക്കുന്നു. ഏത് പ്രസ്താവനകളാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്ന്. 1ഉം 2ഉം മാത്രം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ ഏതാണ്? US ഫെഡറൽ റിസർവിന്റെ കർക്കശമായ പണനയ മൂലധന പറക്കലിന് ഇടയാക്കും. 2, ക്യാപിറ്റൽ ഫ്ലൈറ്റ് നിലവിലുള്ള എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ലോണിംഗ് ഉള്ള സ്ഥാപനങ്ങളുടെ പലിശ ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ്
ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.